ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദിനം കൂടെ ദൈവം നമുക്ക് തന്നതിനായ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ദൈവിക സത്യങ്ങൾ തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ആ സത്യത്തെ പുൽകുവാനും ദൈവിക ജീവനിൽ വളരുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. തിരുവെഴുത്ത് പറയുന്ന പോലെ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നുവെന്ന്. അപ്രകാരം ദൈവവചനം നമ്മളുടെ ആന്തരികമായ ജീവൻ, സമർത്ഥമായ ജീവൻ പകരുന്ന ഒരനുഭവമാണ്. അത് വെളിച്ചമാണ്. നമ്മുടെ ഇരുളടഞ്ഞ വഴികളിൽ നമുക്ക് പ്രകാശമായി വന്ന് നമ്മളെ വഴി നടത്തുന്നതാണ്. നാം സങ്കീർത്തനം 108 അത് കഴിഞ്ഞു. ഇനി അടുത്ത 109 സങ്കീർത്തനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശീർഷകത്തിൽ പറയുന്ന പോലെ എന്തിന് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം തന്നെയാണ്. എന്നാൽ ഈ സങ്കീർത്തനം മറ്റുള്ള സങ്കീർത്തനത്തിൽ ചില വ്യത്യസ്തതയുണ്ട് എന്ന് പറഞ്ഞതിനകത്ത് കുറച്ച് നെഗറ്റീവ് ആസ്പെക്ട്സ്, പ്രാർത്ഥനയിൽ കുറച്ച് വിരോധമായ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ചേരാത്ത രീതിയിലുള്ള വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നു എന്നൊരു പരാമർശം ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയാവുന്നുണ്ട്. എന്നാൽ ഓരോ തിരുവെഴുത്തും അത് ദൈവ നിശ്വാസ്യമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി എഴുതപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് അതങ്ങനെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യന് വരുന്ന ശിക്ഷാവിധിയൊക്കെ യാഥാർത്ഥ്യമാണ്. ദൈവം ന്യായാധിപതിയാണ്, ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്നത്തെ കുറേ പേരുടെ ചിന്താഗതി പോലെ ദൈവം ഒരു നിർഗുണനായിരിക്കണം. നിർഗുണൻ എന്നല്ല, ദൈവം ഒരു ഒന്നും പറയരുത്. ദൈവം മനുഷ്യൻ കാണിക്കുന്നതെല്ലാം കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവം, കണ്ണടച്ചിരിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുണ്ട്. പക്ഷേ നമ്മൾ ഈ നീതി ന്യായപ്പെടുത്തലൊക്കെ കാണുന്നുണ്ട്. ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കും, അതിൻ്റെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കും. അത് നീതിയുടെ മുമ്പിൽ മുഖദാക്ഷിണ്യമില്ല, മുഖപക്ഷമില്ല എന്നുള്ളതാണ്. ജഡ്ജ്മെൻറ്റിൻ്റെ മുമ്പിൽ മുഖപക്ഷം കാണിക്കരുതെന്നാണ്. അപ്പോൾ അത് കണ്ണ് മൂടിക്കെട്ടുക, അത് കാണുന്നില്ല. അല്ലാതെ തിന്മ കാണുന്നില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ മറ്റുള്ളവർ ചിന്തിക്കുന്നത് അവർ അങ്ങനെ കണ്ണ് മൂടിക്കെട്ടരുത്, ദൈവം കണ്ണ് മൂടിക്കെട്ടിയിരിക്കണം, ഒന്നും കാണരുത്, ഒന്നും ചെയ്യരുത്. ഇവർ പറയുന്നതിനൊക്കെ യെസ് പറയുക, ഇവർ പറയുന്നതിനൊക്കെ എല്ലാം അംഗീകരിക്കുക, ഇവരുടെ ചിന്താഗതിക്കനുസരിച്ച് ജീവിതം നയിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. അതാണ് ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റ്. എന്നാൽ അത് തെറ്റാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവം സ്നേഹമാണ് എന്നതുപോലെ തന്നെ ദൈവം നീതിയാണ്, നീതിമാനായ ദൈവം. എൻ്റെ നീതിയായ ദൈവമേ എന്നൊക്കെ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഗെത്സമനയിലെ പ്രാർത്ഥിക്കുന്ന അവിടെ മഹാവിരോധ പ്രാർത്ഥനയിൽ നീതിയുള്ള ദൈവമേ, നീതിയുള്ള പിതാവേ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവനീതി, ജസ്റ്റിസ് ഓഫ് ഗോഡ്, ലവ് മാത്രമല്ല ജസ്റ്റിസും ഉണ്ട്. ഇവിടെ ദാവീദ് ആരംഭത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇത് 3 പോർഷനായിട്ടുണ്ട് ഈ സങ്കീർത്തനം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, പിന്നെ 6 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ. അവിടെയാണ് ഈ എതിരിക്ക് വരേണ്ടുന്നതായി തിന്മകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അവിടെ പറയുന്നത്. ഒരു ശാപവാക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അതവിടെ ഉച്ചരിക്കുന്നുണ്ട്. 21 മുതൽ 31 വരെ മറ്റൊരു ഭാഗമാണ്. അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് ദൈവിക ഇതിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ ഈ ഓരോ ശാപവാക്കുകളൊക്കെ പറയുമ്പോൾ ഇത് യൂദാസിനുള്ള സങ്കീർത്തനം എന്നാണ് പറയുന്നത്. അപ്പോസ്തലൻ പത്രോസ്ലീഹ തൻ്റെ പ്രസംഗത്തിൽ എടുത്ത് പറയുന്നുണ്ട്. ഇതിനകത്തെ വിവരണങ്ങൾ എടുത്ത് പറയുന്നത് യൂദായ്ക്കെതിരെയുള്ളതായ ഒരു ശാപത്തിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് ചിലർ പറയാറുണ്ട്. പത്രോസ്ലീഹ എടുത്ത് പറഞ്ഞതുകൊണ്ട് എന്തുമാകട്ടെ, ഇതിനകത്തുള്ള ആത്മീക അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കണം. അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ലാതെ വരും. ഇവിടെ ദാവീദ് തുടങ്ങുന്നത്, എൻ്റെ പുകഴ്ചയായ ദൈവമേ മൗനമായിരിക്കരുതേ. ദുഷ്ടൻ്റെ വായും വഞ്ചകൻ്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. ഭോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. അവർ ദ്വേഷവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു, കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് പകരം വൈരം കാണിക്കുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. ഇതാണ് 1ാമത്തെ പാർട്ട്, 5 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ദാവീദ് പറയുകയാണ്, ഡു നോട്ട് ബി സൈലൻറ്റ്, ഓ ഗോഡ് ഓഫ് മൈ പ്രൈസ്. എൻ്റെ പുകഴ്ചയായ ദൈവമേ, നീ മൗനമായിരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവം ശിക്ഷാവിധി കൊടുക്കണം, ദൈവം ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് ദാവീദ് ദൈവത്തെ ഉൾപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലെ പെറ്റീഷൻസ് സമർപ്പിക്കുകയാണ്, അപേക്ഷ സമർപ്പിക്കുകയാണ്. ഈ എന്താണ് കാരണമെന്ന്
എന്തുകൊണ്ടാണ്? ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. ദാവീദിനറിയാം എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ നടത്തണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ശത്രുക്കൾ നിമിത്തം. കാരണം അവർ പരിഹസിക്കും, അവർ അപവാദം പറയും, ദാവീദിനെ പുച്ഛിക്കുന്നു. അതോ ദാവീദ് കഠിന ഉപവാസം ചെയ്തിട്ടുണ്ട് ചില വ്യക്തികൾക്ക് വേണ്ടി. അവരൊക്കെ ദാവീദിനെതിരായിട്ട് തീരുന്നുണ്ട്. ഞാനോ അവൻ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്ത് വെണ്ണീരിലിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ദാവീദിൻ്റെ എതിരായി വന്ന ശത്രുക്കൾ അവർക്കൊരു പ്രശ്നങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ ദാവീദ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സംഭവങ്ങൾ തിരുവഴുത്ത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ദാവീദിനെതിരെ ഇവിടെ നമ്മൾ കാണുകയാണ്, ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അവർ ഭോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. ഭോഷ്ക് എന്ന് പറയുന്നത് സൈറ്റനിക്കാണ്. നുണയെന്ന് പറയുന്നത് ഒരിക്കലും നമ്മളതിനെ അംഗീകരിക്കരുത്. അത് നുണയാണ്. അവൻ ഭോഷ്ക് പറയുന്നതിനും അവൻ്റെ അപ്പനുമാകുന്നു എന്ന് തിരുവഴുത്ത് പറയുന്നുണ്ട്. പൈശാചികമായി ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഭോഷ്ക് നുണ പറയരുത്. നമ്മൾ സത്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിലേത്. ഒരിക്കലും എവിടെയെങ്കിലും നമ്മൾ ചിന്തിക്കുക, എവിടെയെങ്കിലും ഹരിതായ്മ വന്നുകൂട്ട് അപ്പോഴേ നമ്മൾ ഏറ്റവും പറഞ്ഞുകൊള്ളണം, പറയരുത്. കാരണം ഒരു നുണ പറഞ്ഞാൽ അതിന് താങ്ങ് കൊടുക്കാൻ നല്ല ഓർമ്മശക്തി വേണമെന്നാണ് പറയുന്നത് നുണ പറയുന്നവർക്ക്. കാരണം എന്ത് നുണ പറഞ്ഞെന്ന് ഓർത്തിരിക്കട്ടെ, പിന്നീട് അതിന് താങ്ങ് കൊടുക്കണം. അതെങ്ങനെയെങ്കിലും വെളിപ്പെടും. അത് മാത്രമല്ല ദൈവസന്നിധിയിൽ ശരിയല്ല. എന്നാൽ ചിലരൊക്കെ നന്മയ്ക്ക് വേണ്ടി നുണ പറയാന്നൊക്കെ പറയുന്നു. അത് തെറ്റാണ്. നുണയെന്ന് പറയുന്നത് സൈറ്റനിക്കാണ്. ഭോഷ്ക് എന്ന് പറയുന്നത് സൈറ്റനിക്കാണ്. അതൊരിക്കലും നമ്മൾ അതിനോട് ഭാഗവാക്കാകരുത്. എന്തു വന്നാലും സത്യം മാത്രമേ പറയൂവെന്ന്. നമ്മളൊരു കാര്യം ആണയിട്ട് പറയേണ്ട കാര്യമില്ല. സത്യം ഞാൻ പറയും സത്യം. അപ്പം നീ സത്യം അസത്യം പറയുമെന്നല്ല വരുന്നത്. നീ ഒരു കാര്യം പറയുന്നത് സത്യമായിരിക്കണം, നീ വിശ്വസിക്കാൻ പറ്റണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ എന്ന് പറയും. സത്യം പറയുമ്പോൾ ചിലപ്പോൾ ഛേദമൊക്കെ വന്നേക്കും, പക്ഷെ അത് നന്മയാണത്. ആത്യന്തികവും ആ നന്മയിലേക്ക് നമ്മൾ നയിക്കും. ഭോഷ്ക് തൽക്കാലം പിടിച്ചു നിൽക്കും എന്നൊക്കെ പറയും. അതായത് സത്യം ചെരുപ്പിട്ട് സഞ്ചരിച്ച് വരുമ്പോൾ അസത്യം ഒരു ഭൂമി ഒരു വട്ടം വലയം വെച്ചിട്ട് വന്നു കഴിയുമെന്ന് പറയും. കാരണം സ്പീഡപ്പായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് അസത്യങ്ങളാണ്, ഭോഷ്കാണ്. എന്നാലും ഒരു നന്മ പറയട്ടെ ഒരു മനുഷ്യനെ കുറിച്ച്, അതങ്ങനെ സ്പ്രെഡ് ആകത്തില്ല. അപ്പം അത് ഈവിളാണത്, പൈശാചികമാണ്. അതുകൊണ്ട് അതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞിരിക്കണമെന്നാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രബോധനം എന്ന് പറയുന്നത്. അവർ ദ്വേഷവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു, കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. ഇപ്പം ദാവീദിനെതിരെ ദ്വേഷവാക്കുകൾ പറയുകയാണ്. കാരണം കൂടാതെ പൊരുതുക, ഒരു കാരണവുമില്ല. എന്തിനാ അറിയത്തില്ല. അത് അവരുടെ ദുഷ്ടതെന്ന് പുറപ്പെടുന്നു തിരുവഴുത്ത് പറയുന്നത്. ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ അവൻ്റെ ദുഷ്ടത അതിന് കാരണം. എന്തെല്ലാം ഇത് ചെയ്താലും നമ്മൾ ഒരു നാരങ്ങ പിരിഞ്ഞു കഴിഞ്ഞാൽ പുളി വരത്തുള്ളൂ അല്ലേ, നാരങ്ങ മധുരം വരത്തില്ല എന്ന് പറഞ്ഞ പോലെ എന്താണോ അവൻ നിറഞ്ഞിരിക്കുന്നത് അതേ അവനെന്ന് വരത്തുള്ളൂ. അപ്പോൾ ഒരു ദുഷ്ടനിൽ ദുഷ്ടതയാണ് നിറഞ്ഞിരിക്കുന്നത്. വെഞ്ചൻസ്, പ്രതികാരവും ഒക്കെ അവന് നിറഞ്ഞിരിക്കുകയാണ്. കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. അവർ ദ്വേഷവാക്കുകൊണ്ട് എന്നെ വളഞ്ഞു, കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ദാവീദിനെ എപ്പോഴും അവരെ സ്നേഹിക്കാൻ വരുന്നു. ശത്രുവിനെ സ്നേഹിക്കുക, ഇതിനെ ഉപദ്രവിക്കുന്നവർ പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് പുതിയ നിയമത്തിൽ പറയുന്നു, നമുക്ക് പഠിപ്പിച്ചതാണ്. അങ്ങനെ സ്നേഹിക്കുമ്പോഴും ആ സ്നേഹത്തെ തിരിച്ചറിയാത്ത വ്യക്തികളുണ്ട്. അതിനുള്ള പ്രതിവിധി എന്താണ്? അതിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് അവിടെ വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില സന്ദർഭങ്ങളിൽ നടക്കും. അല്ലാതെ നമ്മുടെ സ്വന്തം ഭാവമായിട്ട് നമ്മൾ പ്രതികാരത്തിനോ ശാപത്തിനോ ഒന്നും തിരിയരുത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുമെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ആ വാക്കുകളെ ഉച്ചരിക്കുവാനായിട്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നമ്മളൊക്കെ ഇതിലേക്ക് വരാം. ഇവിടെ നമ്മൾ കാണുകയാണ്, കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധിയിലും ദാവീദ് അത് എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അവർ തെറ്റ് ചെയ്യുമ്പോൾ, അവർ ദാവീദിനോട് എതിർക്കുമ്പോഴെല്ലാം ദാവീദിന് ഒരു കാര്യം, പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് 5-ാമത്തെ വാക്യത്തിൽ, നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മ. നമ്മൾ ചില മാനുഷികമായ നിലയിൽ നോക്കിയാൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് സ്വാഭാവികം, മൃഗീയമാണെന്ന് സ്വാഭാവികമാണ്. തിന്മ ഒരു തെറ്റ് ചെയ്താൽ പടിഞ്ഞൂർവാണോ മറിച്ച് കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന പോലെ തിന്മ ചെയ്താൽ തിന്മ ചെയ്യുക, അത് ദൈവികമല്ല, അത് സ്വാഭാവികമാണെന്ന് പറയാം. സ്വാഭാവിക, നാച്ചുറലായിട്ട് പറയുന്നത്. ഒരു തന്നെ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചടിക്കുക, ആക്ഷൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ അത് പ്രതികരണം ഉടനെ വന്നു കഴിഞ്ഞു. എന്നാൽ 2-ാമത്തെ പടി എന്ന് പറയുന്നത് നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക, 2-ാമത്തത് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക, അത് ദൈവികമെന്ന് പറയും.
തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. നന്മയ്ക്ക് പകരം ഇവിടെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് സ്വാഭാവികം, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികം. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികം. എന്നാൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ. അത് ദൈവികമാണ്. ഞാൻ പറഞ്ഞ 3 ഇത് മനസ്സിലാകുന്നതാണ്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് സ്വാഭാവികം. എന്നാൽ സ്വാഭാവികമായതിൽ നിന്നും അല്ലെങ്കിൽ ജഡികപരമായിട്ടുള്ള കാര്യത്തിൽ നിന്നും നമ്മൾ ആത്മീയത്തിലേക്ക് വളർന്നു വരണം. രണ്ടാമത് പറഞ്ഞത്, ഒരാൾക്ക് നന്മ ചെയ്തു പക്ഷെ അവനോട് തിന്മ ചെയ്തുകൊണ്ടിരിക്കുക, അത് പൈശാചികമാണ്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക എന്ന് പറയുന്നത് പൈശാചികമാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തീയ വിളി എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചിരിക്കുന്നത് തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യണം, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. അത് നമ്മളിവിടെ കാണുന്നത് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണും. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. കണ്ടോ, നന്മ കൊണ്ട് തിന്മയെ ജയിക്കണം, തിന്മയോട് തോൽക്കുന്നില്ല. അപ്പം അവിടെ ഈ റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 19-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുവിൻ. ഇപ്പൊ ദൈവം കോപിക്കും, ദൈവകോപം ഉണ്ട്. ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ അടുത്ത് പ്രതികാരം ചെയ്യാൻ ദൈവം പറയുന്നില്ല, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് ദൈവം പറയുകയാണ്. ഇവിടെ ഈ മാനുഷികമായ ഒരു പ്രതികാര വാഞ്ചയല്ല, നീതിയോടെ ദൈവം വിധിക്കുന്നതിനാണ് അവിടെ പറയുന്നത്. തിന്മ ചെയ്തവന് തിന്മ പകരം കൊടുക്കുക എന്ന് പറയുന്നത്, അവന് ശിക്ഷാവിധി കൊടുക്കുക എന്ന് പറഞ്ഞ ദൈവിക നീതിയുടെ പ്രവർത്തനമാണ് അവിടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഈ ഡെഫിനൻസ് പറയുകയാണ്. ഇവിടെ ദാവീദ് സ്നേഹത്തിന് പകരം ദാവീദ് സ്നേഹം കാണിച്ചു, പക്ഷേ ഒരു വൈരം കാണിക്കുക. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. ദാവീദ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. ഇതൊരു കഷ്ടതരമായൊരു സംഗതിയാണ് അല്ലേ. ഇതിൻ്റെ വിവരണങ്ങളിലേക്ക് നമ്മൾ പോകാം. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ നടക്കുന്ന സംഭവങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അതിൽ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് ഒന്നും മുതിരാതെ പെട്ടെന്നൊരു റെസ്പോൺസ്, അതിന് ശാന്തതയോടെ ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കണം. ദൈവം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഒരു വ്യക്തിയെ നമ്മൾ ശപിക്കാനോ ഒന്നും നമുക്ക് പുതിയ നിയമത്തിൽ പ്രമാണമില്ല അല്ലേ. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പെന്നാണ് പറയുന്നത്, ഉപദ്രവിക്കുന്നവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിച്ചിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിന്മയ്ക്കെതിരെ അപ്പോസ്തലന്മാരിൽ കൂടെയൊക്കെ വളരെ ശക്തമായിട്ട് പറയുന്ന വാക്കുകളുണ്ട്. കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, അവൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കർത്താവ് വിളിക്കുന്നുണ്ട് സർപ്പസന്തതികളെ എന്ന്. യോഹന്നാൻ സ്നാപകനും അവനെ വിളിക്കുന്നുണ്ട്, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കുക, നല്ലത് സംസാരിക്കുക, അങ്ങനെ കഴിയുമെന്നൊക്കെ നമ്മൾ തിരുവഴുത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാറ്റിനും അതിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും മനോഹരമായ അനുഭവമായിരിക്കണം അത്. അത് വ്യക്തിപരമായ വെഞ്ചൻസ് വെച്ചുകൊണ്ട്, പ്രതികാരം വെച്ചുകൊണ്ടല്ല, ദൈവികതയോടെ അതിന് ഇടപെടാനായിട്ട് സാധിക്കണം. ഇപ്പം നമ്മൾ പറയാം, ഇപ്പോൾ ഒരു വ്യക്തി തെറ്റി സ്ട്രീറ്റിലെ തെരുവിൽ നമ്മൾ പിടിച്ച് അവനെ അടിച്ച് അവനെ ശിക്ഷിക്കാൻ ചുമതലയുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവൻ നീതിപീഠത്തിലേക്ക് അവനെ കൊണ്ടുവരിക. അവരെ ശിക്ഷ വിധിക്കേണ്ടത്. അവർ വിധിക്കുന്ന ശിക്ഷ ആരും ഒതുക്കുന്നില്ല. ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും, നമ്മൾ അങ്ങനെ അത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പക്ഷേ തെറ്റ് ചെയ്യുന്നവർക്ക് ആ ശിക്ഷാവിധി ഉണ്ട്. അത് നീതിപീഠം അത് വിധിക്കുമ്പോൾ ആരും കുറ്റം പറയാറില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം അതിൽ നമ്മളെ നടത്തട്ടെ. എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും യാചനയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കണം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഈ സങ്കീർത്തനത്തിലെ ആ സത്യം അത് ഞങ്ങൾക്ക് ഗ്രഹിക്കേണ്ടത് ഇത് ഗ്രഹിക്കാൻ കൃപ തരണമേ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമകത്തപ്പെടുത്തണമേ. ആമേൻ. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാം കാണുന്ന സ്നേഹം, എല്ലാം ഏകുന്ന സ്നേഹം, തൻ ജീവനേകിയ യേശുവിൻ സ്നേഹം.